ഹലോ അച്ചോ ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു എജുപോഡ് ക്ലാസ് 8 ഹിന്ദിയിലെ ഒരു പക്കാ പ്രഡിക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതിൻ്റെ ഒരു സൂപ്പർ പ്രഡിക്ഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്, ഏതൊക്കെ ഡയറി, ഏതൊക്കെ ലെറ്റർ, ഏതൊക്കെ പോസ്റ്റേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങളുടെ ചോദ്യ പേപ്പർ കാണുന്നതാണ്. സോ ടീക്ക് വെച്ചോ, നേരെ നമുക്ക് ആ ഒരു പ്രഡിക്ഷനിലേക്ക് കിടക്കാം. ടീക്ക് വെച്ചോ, ഫട്ടാഫട്ട് ചലത്തെ ഹേ. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് 8ാം ക്ലാസ്സിൻ്റെ ഒരു സൂപ്പർ വാട്സ്ആപ്പ് ചാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചാനൽ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിലൊക്കെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് ഈ ഒരു ചാനലിൽ ഇടുന്നതാണ്. സോ ഈ ഒരു ചാനൽ ജോയിൻ ചെയ്തോ. സോ ഈ ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിമ്മൻ സാർ എജുപോഡ് എന്ന ഇൻസ്റ്റാഗ്രാമിൽ ക്ലാസ് 8ന്റെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. സോ ടീക്ക് വെച്ചോ മിൽത്തെ ഹേ. ടീക്ക് റെഡി. സോ ചാനലിനകത്ത് എന്തായാലും ജോയിൻ ചെയ്യുക. ക്യാരക്ടർ സ്കെച്ചിലേക്കാണ് തുടങ്ങാം. ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ഏതാണ് സർജി? ഞാൻ പറയും ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. സയാനി ബുവയുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് ആ ഒരു മാക്കി അന്തർ ചിപ്പി മമത എന്നൊരു കാര്യം, ആ ഒരു ക്രൂരതാക്കി അന്തർ ബി കഠോരതാക്കി അന്തർ ബി ജോ മമത ചിപ്പി ഹുയി ഹേ. സോ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് സയാനി ബുവയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തൊരു ക്യാരക്ടർ സ്കെച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നത് സിറിയ കി ബേട്ടി എന്ന സംസ്മരണയിലെ ആ ഒരു സിറിയ ജാനെ വാലി ലड़की ചരിത്ര പർ ടിപ്പണി ലിഖേ എന്നൊരു ചോദിച്ചു കഴിഞ്ഞാലും ഈ രണ്ട് ക്യാരക്ടർ സ്കെച്ചാണ് ക്യാരക്ടർ സ്കെച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ളത്. ഇത് രണ്ടും നോക്കി വെച്ചോ. ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് തന്നെ പേപ്പറിൽ കാണണമെന്നില്ല, പക്ഷേ എന്തായാലും അറിഞ്ഞു വെക്കണം. ഈ രണ്ട് ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഏതാണ്, ആരുടെയാണ്? സയാനി ബുവയുടെയാണ് അല്ലെങ്കിൽ നമ്മുടെ സിറിയ കി ജോ ബേട്ടിയുടെയാണ്? ഒന്ന് നോക്കി വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സിറിയ ജാനെ വാലി ലड़की. ഓക്കെ, നോട്ട് ചെയ്തില്ലേ? റെഡി അല്ലേ? അടുത്തത്. സോ അടുത്തടുത്ത് ഏതാടാ? അടുത്താണ് നമ്മുടെ ഡയറി ലേഖൻ. ഡയറി ചോദിക്കുവാണെങ്കിൽ ഏത് ഡയറിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ തുർക്കി एयरपोर्ट में तकान बोरियत और अनिश्चितता के बीच बेटी लेखिका यस अपने अनुभवों को डायरी में लिखते हैं. എവിടെയല്ലേ ഡയറി എഴുതുകയാണ് ചെയ്യുന്നത്. സിറിയ കി ബേട്ടിയിലെ ലേഖികയുടെ ഡയറിയാണ്. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ പടമാണ്. അടുത്ത ജैतून के पेड़ के नीचे बैठकर एलन शाह ने जादुई चित्र बनाया. എലൻ ഷാ എന്ത് ഉണ്ടായിരുന്നു? നല്ലൊരു മാജിക് ജബ് ഹം ധീരെ ചലത്തെ ഹേ എന്ന പാഠഭാഗത്തിലെ എലൻ ഷായുടെ ആ ഒരു ജാദുയി ചിത്രത്തിന് ശേഷമുള്ള ആ ഒരു ഡയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കാത്രീനയുടെ ഡയറി, അന്നത്തെ ദിവസത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് കാത്രീനയുടെ ഡയറി അല്ലെങ്കിൽ എലൻ ഷായുടെ ഡയറി, ഇതാണ് ഡയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. അടുത്ത കോൺവെർസേഷൻ നോക്കുവാണെങ്കിൽ അന്നുക്കോ പഹാഡ് മേ ജാനെ കി തയ്യാറി കർത്തെ സമയ സയാനി ബുവ और ഭായ് സാഹബ്, സയാനി ബുവയും അതുപോലെ തന്നെ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അന്നുവിനെ മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പോവാണ് ഭായ് സാഹബ് എന്ന് പറയുന്ന ആരുടെ? സയാനി ബുവയുടെ ഹസ്ബൻഡ്. അപ്പോൾ സയാനി ബുവയുടെ ഹസ്ബൻഡും നമ്മുടെ ഭായ് സാഹബും സയാനി ബുവയും സയാനി ബുവയുടെ ഹസ്ബൻഡും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് എഴുതാൻ അറിയില്ല, ഈസി അല്ലേ? യെസ്. ബാൽക്കണി പർ ഖടി ചലനെ മേ അസ്മർത്ത് മഹിള और मैत्तयो के बीच, ബാൽക്കണിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ജബ് ഹം ധീരെ ചലത്തയിൽ ബാൽക്കണിയിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു മഹിളയും അതുപോലെ തന്നെ ചലനമേ അസമർത്ത്, അവർക്ക് ചലിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മേത്തയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. കാരണം എനിക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങളുടെ പ്രോഗ്രാം എനിക്ക് കാണാൻ ഇഷ്ടമുണ്ടായിരുന്നു, മുझे पसंद है मगर मैं चल नहीं पाते, എനിക്ക് നടക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ മേത്തയോ അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിലൊരു കോൺവെർസേഷൻ ചോദിച്ചാൽ നിങ്ങൾ പഠിക്കണം. അടുത്ത ജൂലിയ और हट्टे कट्टे आदमियों के सेड के बेंच पर काटने को लेकर हुई बातचीत ആണ്. സോ മരം വെട്ടുന്ന ആൾക്കാരും അതുപോലെ തന്നെ ജൂലിയ ലടുക്കി തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലിയ ഓർ ലൂണ എന്ന പാഠഭാഗത്തിലെ ഒരു കോൺവെർസേഷൻ ആണത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ല? ഇനി നേരെ നമുക്ക് പറയാം പോസ്റ്റർ ചോദിക്കുവാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈസൈക്കിൾ തീഫിന്റെ ആ ഒരു സിനിമാ പ്രദർശനം നിങ്ങളുടെ സ്കൂളിൽ നടത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു സിനിമാ പ്രദർശനത്തിന്റെ എന്ത് ചെയ്യുന്നു? ഒരു ആകർഷകമായിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധിക്കണം. അടുത്ത ചോദ്യമാണ് ആപ്കെ സ്കൂളിൽ മേ എലൻ ഷാ കെ ചിത്രോं को പ്രദർശനി. ഇതും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ 100% നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. സോ നോട്ട് ചെയ്ത് വെച്ചോളൂ. എലൻ ഷാ കെ ചിത്രോं की പ്രദർശനി, എലൻ ഷായുടെ ആ ചിത്രങ്ങളെ പ്രദർശനം വെച്ചുകൊണ്ട് ഛാത്രോं को ആമന്ത്രിത് करते हुए പോസ്റ്റർ बनाए. എലൻ ഷായുടെ ഒരു പ്രോഗ്രാം, നിങ്ങളുടെ ആ ചിത്രങ്ങളൊക്കെ എലൻ ഷാ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ചിത്ര പ്രദർശന മേള സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ സ്കൂളിൽ അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങളെ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കണം എന്ന് ഞാൻ പറയാണ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് ലൂന എന്ന പേട് കോ ബച്ചാനെ കെ ലിയേ പര്യാവരൺ പേട് സംരക്ഷൺ സേവ് ട്രീസ്. ആ ഒരു മരത്തിന് പര്യാവരൺ സംരക്ഷണൻ ഒരു എൻവയോൺമെന്റ് കൺസർവേഷൻ ഓഫ് എൻവയോൺമെന്റ് എന്നൊരു തീമിനെ ആധാരമായിട്ട് ആ ഒരു മരങ്ങളെ സംരക്ഷിക്കുക എന്നതിൻ്റെ ഒരു സന്ദേശ് പോസ്റ്റർ ചോദിക്കാം. ഇതൊക്കെ മുകളിൽ പറഞ്ഞത് കാര്യക്രം പോസ്റ്ററാണ്, പ്രോഗ്രാമാണ്, നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നതാണ്. ഇതൊരു സന്ദേശ് പോസ്റ്ററും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഞാൻ പ്രയോറിറ്റി പറയുന്നത് നമ്മുടെ ഈ നടുക്കത്തെ എലൻ ഷായുടെയും അല്ലെങ്കിൽ നമ്മുടെ ബൈസൈക്കിൾ തീഫ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു പോസ്റ്ററുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത നിബന്ധാണ്, ആർട്ടിക്കിൾ ആയിട്ട് ജസ്റ്റ് ഒരു നിബന്ധ ലേഖലിക്കെ ലഘു ലേഖലിക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ചോദിക്കോടാ? ഏതൊക്കെ ചോദിക്കും? യെസ്,
संकेतों को आधार पर खुशहाल समाज के निर्माण में मजदूर वर्ग की ഭൂമികയാണ് വിഷയ पर ഏതാണ് ഒരു ആർട്ടിക്കിളാണ് നമ്മുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്രീസിയേഷൻ ചോദിക്കും എവിടെ നിന്ന് ചോദിക്കും കവിതയുടെ അപ്രീസിയേഷൻ ചോദിക്കുന്നത് ഖുശ്ബൂ രസ്ദേഹാത്താണെങ്കിൽ അവിടെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ലഘുലേഖനം ചോദിക്കും എന്താണ് ആ ലഘുലേഖനം എന്ന് പറയുന്നത് സമൂഹത്തിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ നല്ല ആ ഒരു സമൂഹത്തിൽ ആ ജനങ്ങളുടെ ആരുടെയൊക്കെയാണ് ആ ഒരു എന്താണ് നിർമ്മാൺ മേജോ മസ്ദൂർ വർഗ തൊഴിലാളി വർഗത്തിന്റെ നല്ലൊരു സമൂഹത്തിനെ നല്ലൊരു സോഷ്യൽ ബിൽഡിങ്ങിൽ സമൂഹത്തിൽ ആ ഒരു തൊഴിലാളി വർഗത്തിന്റെ പ്രാധാന്യം ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം ലഘുലേഖാണ് ഖുശ്ബൂ രസ്തേ ഹാത്തിന്റെ റെഫറൻസിലാണ് ഖുശ്ബൂ രസ്തേ ഹാത്ത് എന്ന പാഠഭാഗത്തിന്റെ റെഫറൻസിലാണ് ചോദിക്കുക ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷോർട്ട് ലഘുലേഖനം എഴുതണം അവരുടെ കഷ്ടപ്പാടും പക്ഷെ അവർക്ക് സമൂഹത്തിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് എന്താണ് പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലഘുലേഖനം നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കണം പ്രകൃതി और कला के बीच അഭിന്ന സംബന്ധ് ഇസ് പർ നമ്മുടെ പ്രകൃതിയും കലയും തമ്മിലുള്ള ആ ഒരു അഭിന്നമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ആ ഒരു അതിനെക്കുറിച്ചൊരു ചെറിയ ലഘുലേഖ എഴുതാൻ പറയും നമ്മുടെ ജബ് ഹം ധീരെ ചലത്തെ ഹേ എന്ന പാഠഭാഗത്തിനെ ആസ്വാദമാക്കിയിട്ട് സോ ക്ലിയർ ലടാ സോ ആർട്ടിക്കിൾ റൈറ്റിംഗും ക്ലിയർ ആണ് നേരെ കവിത കാശി കവിതയുടെ ആസ്വാദന ടിപ്പണി ചോദിക്കുകയാണ് ചെയ്യുന്നത് പോയത്തിന്റെ അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ ദുനിയ കി സാരി തമാം ബച്ചേ അല്ലെങ്കിൽ ദുനിയ കി സാരെ ഇതൊക്കെ ഓ SLC का है ठीक है നമ്മുടെ ഏതാണ് ദുനിയ കി ജോ സാരി ഗന്ദഗി കെ ബീച്ച് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്രിസിയേഷൻ ഞാൻ പറഞ്ഞില്ലടാ ഇത് എന്നെ 100% നിങ്ങളുടെ ചോദ്യ പേപ്പർ ഞാൻ വീണ്ടും അറിയാം നാളെ നിങ്ങൾ ചോദ്യ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഖുശ്ബൂ രചിതേ ഹേ ഹാത്തിന്റെ ഒരു വരികൾ തന്നിട്ട് അതിന്റെ ആസ്വാദന ടിപ്പണി എഴുതുക അപ്രിസിയേഷൻ എഴുതുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണുന്നതാണ് ഓക്കെ ക്ലിയർ അല്ല യെസ് ക്ലിയർ അല്ലേ അതാണ് പോയം അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഓറായിട്ട് അഥവാ ഇല്ലെങ്കിൽ നമ്മളെ ചോക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോക്ക് കവിത ഓക്കെ പേട് എന്തായാലും ചോദിക്കാൻ ചാൻസ് കുറവാണ് ഓക്കെ റെഡി അല്ലേ ओके सो ഏതാണ് ചോക്ക് കവിതയുടെ ആസ്പദമാക്കിയിട്ടുള്ള शहर के बेतरतीब चौक में गुजरते समय कवि को किन स्त्रियों की याद आती है ആശയം സ്പഷ്ട करे സോ ചോക്ക് കവിതയുടെ ഉണ്ട് ചോക്കിന്റെ രണ്ടാമത്തെ പ്രയോറിറ്റി ആണ് പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഖുശ്ബൂ രസ്തേ ഹേ ഹാത്തിന്റെ അപ്രിസിയേഷൻ ആണ് പഠിച്ചു വെച്ചോ റെഡി അല്ലേ യെസ് അവസാനം നമ്മൾ ഗ്രാമർ പോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഗ്രാമറിൽ നമ്മൾ പഠിക്കേണ്ട ആളാണ് ഏതാടാ നമ്മുടെ ആ ഒരു വാക്യവിസ്താറാണ് വാക്യവിസ്താറിനെ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വാക്യവിസ്താരം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ സർവനാമിന്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് മുകളിൽ നിങ്ങൾക്ക് എന്താണ് എജുപോർട്ട് ക്ലാസ് 8 നിങ്ങൾക്ക് ആ വീഡിയോ കാണാം സോ സർവനാമം എങ്ങനെയാണ് ഉള്ളത് സൂപ്പർ ആയിട്ടൊരു വീഡിയോ 10-25 മിനിറ്റ് എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സർവനാമം എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രൊനൗൺ എന്താണ് എന്നതിന്റെ ഐഡിയ കിട്ടുന്നതാണ് അടുത്ത വാക്യവിസ്താരമാണ് വാക്യവിസ്താരം ചെയ്യാൻ നമുക്ക് അറിയുന്നതിനെയാണ് തന്നതിനെ പിരമിഡ് ആക്കുക എക്സ്പ്ലെയിൻ ചെയ്യുക കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സോ പിരമിഡ് ആക്കുന്നത് നിങ്ങൾ പഠിച്ചു വെച്ചോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് വരെ നേടാൻ സാധിക്കുന്നതാണ് സോ ക്ലിയർ ഉള്ള അടുത്തത് ലെറ്റർ റൈറ്റിംഗ് ആണ് ലെറ്റർ റൈറ്റിംഗ് ചോദിക്കുവാണെങ്കിൽ പേട് കവിത ആപ്കെ കേസേ ലഗി പേട് കവിത നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഓക്കെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം നിങ്ങൾ കവിക്ക് ഒരു കത്ത് എഴുതുന്നു കവിക്ക് നിങ്ങളൊരു കത്ത് എഴുതുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കത്തില്ലേ ആദരണീയ സുശീൽ ശുക്ല ജി ആപ്കെ പേട് കവിത മെന്നെ പഠി സോ ബഹുത് അച്ചി ലഗി ബഹുത് അച്ഛ ലഗ സോ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം ആ ഒരു പേടിന്റെ ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് എഴുതാം പേട് കവിതയുടെ ആ ഒരു ആസ്വാദനത്തെക്കുറിച്ച് നിങ്ങൾ കവി സുശീൽ ശുക്ലിന് കത്ത് അയക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പേട് കവിത നിങ്ങൾ വായിച്ചിട്ട് സുശീൽ ശുക്ലിനോട് പറയാണ് താങ്കളുടെ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ലെറ്റർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ അടുത്തൊരു നോട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ ആണ് सयानी बुआ घर के सख्त अनुशासन और वहाँ के मशीन जैसे जीवन का वर्णन करते हुए मित्र को एक पत्र लिखे എന്നാണ് പറയുന്നത് സയാനി ബുവയുടെ ആ ഒരു കഷ്ടപ്പാട് ഇതൊക്കെ അവരുടെ ആ ഒരു അനുശാസന ഡിസിപ്ലിനൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ എഴുതുന്നു ആരാണ് ലെറ്റർ ചെയ്യുന്നത് ആ ലെറ്റർ എഴുതുവാണ് ആര് നമ്മുടെ സയാനി ബുവയുടെ മന്നു ഭണ്ഡാരി തൻ്റെ സുഹൃത്തിന് സയാനി ബുവയുടെ ആ കർക്കശൊക്കെ കണ്ടിട്ട് തൻ്റെ സുഹൃത്തിന് ലെറ്റർ എഴുതുവാണ് സയാനി ബുവയിലെ മന്നു ഭണ്ഡാരി സയാനി ബുവയുടെ ഈ ഒരു ഹർക്കത്തൊക്കെ കണ്ടിട്ട് പെരുമാറ്റമൊക്കെ കണ്ടിട്ട് തൻ്റെ സുഹൃത്തിന് ലെറ്റർ എഴുതുവാണ് ആ ലെറ്റർ എഴുതുക എന്നൊരു ചോദ്യമുണ്ട് അടുത്തൊരു ലെറ്റർ ചോദിക്കാൻ ചാൻസ് ഹാച്ചി की वफादारी ആ ലോയാലിറ്റി ആ ഒരു ഡോഗിന്റെ ലോയാലിറ്റി और प्रोफेसर के प्रति उसके इंतजार की कहानी बताते हुए अपने मित्र को एक पत्र लिखे നിങ്ങൾ തന്നെ നിങ്ങളുടെ സുഹൃത്തിന് എഴുതാൻ സാധിക്കുന്ന ഒരു കത്താണ് എന്താണ് ഒരു ഹാച്ചിക്ക് കഹാനി വായിച്ചുകൊണ്ട് ആ ഒരു മൃഗത്തിന്റെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ഒരു കത്ത് നിങ്ങളുടെ സുഹൃത്തിന് എഴുതുക ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെ പഠിച്ചിട്ട് മാത്രം പോയാൽ മതി കാരണം ഇതൊക്കെയാണ് നിങ്ങൾ ചോദ്യ പേപ്പറിൽ കാണാൻ സാധിക്കുക എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ठीक है बच्चों क्लियर सो जोश कैसे लगा हाउ इज इट ठीक है बच्चों ഇതൊന്ന് പഠിച്ചു വെച്ചേക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചാനൽ വാട്സപ്പ് ചാനൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ജിമ്മൻ സാർ ജൂപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് ചാനൽ ലിങ്ക് പ്രൊഫൈലിൽ കിട്ടുന്നതാണ് ചാനൽ ജോയിൻ ചെയ്തോ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു വാട്सएप चैनल डिस्कस किया बहुत तो ठीक है बच्चों कैसे लगा इस वीडियो कमेंट बॉक्स में आप अपने जो राय बता सकते हैं ठीक है मिलते हैं बच्चों कमेंट बॉक्स में पूरा जलवा दिखाओ मिलते हैं अगली वीडियो में तब तक के लिए धन्यवाद जय हिंद थैंक यू